എന്നോടൊപ്പം ഉള്ളത് തന്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ആരുടെ മുഖത്ത് നോക്കിയും എന്തും തുറന്നു പറയാൻ കെൽപ്പുള്ള ഒരാളാണ് ഐശ്വര്യ രാധാലക്ഷ്മി. സ്വാഗതം. താങ്ക് യു സോ മച്ച്. ഇപ്പൊ നിങ്ങൾ ഈ ഷിംജിതയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോ നാളെ വീണ്ടും ഒരു ഷിംജിത വളരാനുള്ള സാഹചര്യമല്ലേ കൊടുക്കുന്നത്? എന്താ ഒരു എല്ലൊടിയാണ് ഒച്ച കേട്ടത്? എല്ലൊടിഞ്ഞിട്ടില്ലടാ, ഒടിയാൻ പോണേ ഉള്ളൂ. ഇങ്ങനെയല്ല റിയാക്ട് ചെയ്യാ, ചിരിച്ചുകൊണ്ടാണ് ആ വീഡിയോ എടുക്കുന്നത്. കണ്ടാ മനസ്സിലാവും ശരിക്കും അത് പ്ലാൻ ചെയ്തതല്ല. അതെ, എന്റെ അഭിപ്രായം അത് തന്നെയാണ്. ഉദ്ദേശിച്ച കാര്യം ഞാൻ കണ്ടു, അവനത് ചെയ്തു, ഇതാണ് ഞാൻ ഉദ്ദേശിച്ചെന്നുള്ള ആ സ്മൈൽ ആയിരിക്കും അവരുടെ ഫേസിൽ ജെന്യൂൻ ആയിട്ട് വന്നിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് അവൻ എന്നെ അല്ല അങ്ങനെ ചെയ്തു, തോന്നിയ ഒറ്റ ഒരാള് ഐശ്വര്യായിരിക്കും. എനിക്കതിൽ വളരെ സന്തോഷമുണ്ട്. അറ്റ്ലീസ്റ്റ് എന്റെ കണ്ണിൽ അങ്ങനെ കാണാൻ പറ്റുന്നുണ്ടല്ലോ ഒരു മനുഷ്യനെ. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. ഈ പറയുന്ന ഷിംജിതയ്ക്ക് 2 കുട്ടികളുണ്ട്. 2 കുട്ടികൾ ടീനേജ് ആയത് ഐശ്വര്യ പറഞ്ഞല്ലോ ഷിംജിതയ്ക്ക് 2 കുട്ടികൾ ഉണ്ടെന്ന്. ഇതിന്റെ സത്യാവസ്ഥ ഒന്ന് അറിയണോ? ആ കുട്ടികളുടെ ഒന്നും ഇമോഷൻ പ്രശ്നമല്ല. മരണം കഴിഞ്ഞിട്ട് അമ്മേന്റെ ഫേസ് എടുത്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അമ്മമാര് കരയുന്നത്. ഇത്ര പബ്ലിസിറ്റി കൊടുത്ത്, ഇത്ര റൊമാൻറ്റിസൈസ് ചെയ്ത്, ഇത്ര ഗ്ലോറിഫൈ ചെയ്തൊരു ഫേസ് കാണിക്കുന്ന ഞാൻ ഉണ്ട്. ഫാമിലി, മക്കളുണ്ട്. ചിലപ്പോൾ അമ്മയുടെ മകൻ ടിവിയിൽ ഇങ്ങനെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പോലീസ് വരുമ്പോഴൊക്കെ മക്കൾക്ക് ടെൻഷൻ ആയിരിക്കും, കരച്ചിലായിരിക്കും. ഓഫ് കോഴ്സ് അവർക്കും ഫീലിങ്സ് ഉണ്ട്. തീരുമാനിക്കട്ടെ ഇവൻ എന്താ ചെയ്യേണ്ടത്. അതേ ഫീലിങ്സ് ഒരു വീട്ടിലെ വരുമാനം നിന്നപ്പോ ഉണ്ടാവില്ലേ? ആ വീട്ടിലെ മെയിൻ വരുമാനമായിരുന്നു ദീപക്. അത് ഞാൻ അതിന് ഭയങ്കര ചബല ആർഗ്യുമെന്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അയാളെ കൺട്രോൾ ചെയ്യണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള സ്ത്രീകളുണ്ട്, അല്ലെ അവരെ തട്ടി സോറി പറയാനുള്ള അയാൾ പാളി നോക്കുന്നുണ്ട്. ഞാൻ പറയട്ടെ, നിങ്ങൾ സംസാരിച്ച ഒരു മനുഷ്യന് ചിലപ്പോൾ പറഞ്ഞു കാണത്തില്ല. ഞാൻ സംസാരിച്ച 100 കണക്കിന് ആൾക്കാർ അത് പറഞ്ഞിട്ട് ഐശ്വര്യയുടെ ഫാദർ ഇതുപോലൊരു ബസ്സിൽ യാത്ര ചെയ്യാണ്. അറിയാതെയോ അറിഞ്ഞോണ്ടോ കൈയൊന്ന് അതെങ്കിലും പറഞ്ഞ് തട്ടി. ഇതുപോലൊരു വീഡിയോ ആ കുട്ടി എടുക്കുകയും ചെയ്തു. ഇത് സോഷ്യൽ മീഡിയയിൽ വൈറലായി. എന്ത് ചെയ്യും ഐശ്വര്യ? എന്റെ അച്ഛനൊരു അബ്യൂസറാണ്. ഞാൻ അയക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. നിന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി നേരെ ചുവയുള്ള തന്തയ്ക്കും തള്ളയ്ക്കും ജനിച്ചല്ലെന്ന്. എന്റെ അച്ഛൻ അങ്ങനെ പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അയക്കെതിരെ സാക്ഷിയും പറയും, അയാളെ അകത്താക്കുകയും ചെയ്യും, അയക്ക് വേണ്ടി നിൽക്കുകയും ചെയ്യും. ഞാൻ എന്റെ അച്ഛൻ്റെ എതിരെ 28 പേർക്കെതിരെ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് അബ്യൂസ്. എന്റെ ദൈവമേ, അപ്പൊ കുടുംബടക്കം കള്ളന്മാരാണ്. സ്വന്തം ബന്ധമൊക്കെ വെറും പുല്ലാണ് ചേച്ചി.